ഹലോ യൂട്യൂബ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ഞാൻ ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് അധികം ഇടാത്തത്. വീഡിയോസ് ഇട്ട് ആര് കാണാന്, എല്ലാവരും സ്കിപ്പ് അടിച്ചു. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, അനിമി ഫാൻസ് നിങ്ങളെല്ലാവരും ഇൻഫിനിറ്റി കാസിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും വേഗം തിയേറ്ററിൽ പോയി കാണുക. ആക്ച്വലി എനിക്ക് ഇവിടെ കൊള്ളുന്ന പടങ്ങൾ വളരെ കുറവാണ്, സീൻസൊക്കെ ഇവിടെ നെഞ്ചിലെ. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഈ പടത്തിലുണ്ട്, ഭയങ്കരമായിട്ട് കൊണ്ട് അത് കണ്ടപ്പോൾ. സോ അതേത് സീനാണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. ആ സീനുണ്ടല്ലോ, ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സീനാണ് ആ സീൻ. ആരുടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കണ്ടവർ കമൻറ്റ് ചെയ്യുക. സോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 അനിമി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല അനിമിയാണ്. നിങ്ങളൊരു പുതിയ അനിമി ഇപ്പോൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ അനിമി നിങ്ങൾക്ക് കാണാം. അതിൽ ഫസ്റ്റ് അനിമി എന്ന് പറയുന്നത് കൈജു നമ്പർ 8 ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ആൻഡ് സെക്കൻഡ് അനിമി എന്ന് പറയുന്നത് ടങ്കൻ അങ്കി. ഈ 2 അനിമിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല അനിമിയാണ് ആക്ച്വലി. സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറി ലൈൻ ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മൾ എല്ലാ അനിമീസിലും കാണുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇവരും ഫോളോ ചെയ്യുന്നത്. പക്ഷേ മേക്കിംഗ് വൈസ് ആണ് പിടിച്ചിരിക്കുന്നത്. ആനിമേഷനൊക്കെ അത്യാവശ്യം നൈസാണ്. 2 അനിമയും കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇനി സ്റ്റോറി ലൈൻ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള സ്റ്റോറി ലൈൻ വേണമെങ്കിൽ ഡാൻഡാൻ കണ്ടാൽ മതി. ഡാൻഡാൻ്റെ അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണ്. ആൻഡ് ടങ്കനെങ്കിലും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ സംഭവം അടിപൊളിയാണ്. അവരുടെ ആ ഒരു 2 ടീം തമ്മിലുള്ള ഫൈറ്റാണ്. കൈജു നമ്പർ 8 അതുപോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ സോ ഈ 2 അനിമി വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം നൈസായിട്ട് തോന്നി. അനിമേഷൻ ആണെങ്കിലും ഒരു രസമുണ്ട് കാണാനായിട്ട്. സോ അപ്പോൾ ഇത് 2ഉം ക്രഞ്ചി റോളിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കൂ. ആൻഡ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ആൻഡ് അപ്പോൾ ആ സീൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസിനായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിവിടെ കൊണ്ട ആ ഒരു സീൻ അത് ഏതായിരിക്കും എന്ന് കണ്ടവർ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കണ്ടിട്ടുണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.